കെ.എസ്.ഇ.ബിയിൽ ഇടത് സംഘടനകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. മുഴുവൻ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യുക, ആശ്രിത നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരക്കാരുമായി നാളെ വൈകുന്നേരം വൈദ്യുതി മന്ത്രി കെ. കൃഷ്ണൻകുട്ടി ചർച്ച നടത്തും. രണ്ടാഴ്ച പിന്നിട്ടു സമരം. ചെയർമാനുമായോ പവർ സെക്രട്ടറിയുമായോ ഇനി ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്ന് സംഘടനകൾ. ഒക്ടോബറിൽ കെ.എസ്.ഇ.ബി ചെയർമാനുമായി ചർച്ച നടത്തിയപ്പോൾ 912 നിയമനങ്ങൾ നടത്താമെന്ന ഉറപ്പാണ് സംഘടനകൾക്ക് ലഭിച്ചത്. പക്ഷേ 745 ഒഴിവുകളാണ് കെ.എസ്.ഇ.ബി ഡിസംബറിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതും ഒരുമിച്ച് നിയമനം നടത്തില്ല. ഘട്ടം ഘട്ടമായിട്ടേ നിയമനം ഉണ്ടാവൂ. ഇതാണ് സംഘടനകളെ ചൊടിപ്പിച്ചത്. കെ.എസ്.ഇ.ബി വർക്കേഴ്സ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനുമാണ് സമരമുഖത്തുള്ളത്. ജീവനക്കാരില്ലാതെ എങ്ങനെയാണ് വൈദ്യുതി ബോർഡിന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക? ആ ഒരു മാജിക് യഥാർത്ഥത്തിൽ ചെയർമാനായിരുന്നാലും ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്നാലും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആയിരുന്നാലും വൈദ്യുതി ബോർഡിലെ തൊഴിലാളികളോട് പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. 26,687 സ്ഥിരം ജീവനക്കാർ കെ.എസ്.ഇ.ബിയിൽ ജോലി ചെയ്യുന്നുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചു തന്ന എണ്ണപ്രകാരം പോലും 3,634 ജീവനക്കാരുടെ കുറവുണ്ടെന്നാണ് സംഘടനകൾ പുറത്തുവിട്ട കണക്ക്. ഇതിനു പുറമെ അടുത്ത വർഷം മെയ് വരെ 1,579 പേർ വിരമിക്കുകയും ചെയ്യും. ഒഴിവുകൾ ഒരുമിച്ച് നികത്തണമെന്ന കടുംപിടുത്തത്തിലാണ് സംഘടനകൾ. ഒരുപാട് പേർക്ക് ഒരുമിച്ച് പരിശീലനം നൽകുന്നതിലെ ബുദ്ധിമുട്ടാണ് പകരം മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.